ചെമ്പനീർ പൂവ് സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി സൂപ്പർ അപ്കമിങ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ സച്ചി ദേഷ്യത്തിൽ വീട്ടിലേക്ക് വരുന്ന സമയത്തിന് സുധിയെ കാണും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എടാ ഓട്ടുകാലി, എവിടെടാ പണം, എവിടെടാ ഞങ്ങൾക്ക് തരാനുള്ള 50 ലക്ഷം രൂപ എന്നിങ്ങനെ സുധിയോട് ചോദിക്കുന്ന സമയത്തിന് സുധി പറഞ്ഞിട്ട്, അതൊക്കെ അവൾ എടുത്തിട്ട് ഇവിടെ നിന്ന് കടന്നു കളഞ്ഞതല്ലേ, അതൊക്കെ നിങ്ങൾക്കും അറിയാവുന്ന കാര്യമല്ലേ എന്ന് ചോദിക്കും. അന്നേരം സച്ചി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എടാ സത്യമായിട്ടും അവൾ തന്നെ എടുത്തോണ്ട് പോയതാണെന്ന് ചോദിക്കുന്ന സമയത്തിന് സുധി പറഞ്ഞിട്ട്, അതേടാ, നിനക്കെന്താ പെട്ടെന്ന് ഈ കാര്യത്തിലൊരു സംശയം? ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് തന്നെ രവീന്ദ്രൻ അങ്ങോട്ടേക്ക് വന്ന് ചോദിക്കുന്നുണ്ട്, എന്താടാ സുധി, എന്ത് പറ്റി, പെട്ടെന്ന് എന്താ സച്ചി 50 ലക്ഷം രൂപയുടെ കാര്യമൊക്കെ സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിക്കും. അന്നേരം അതും കേട്ട് ശ്രുതി വന്ന് പറഞ്ഞിട്ട്, അങ്കിൾ, ഇതിപ്പോൾ സച്ചി പുതുതായിട്ട് ചോദിക്കുന്ന കാര്യമാണോ? ശ്രുതി പണം കൊടുക്കാനുള്ളത് കൊണ്ട് എപ്പോഴും സച്ചി ചോദിക്കുന്ന കാര്യമല്ലേ ഇതെന്ന് ചോദിക്കും ശ്രുതി. അന്നേരം ചന്ദ്രമതി പറഞ്ഞിട്ട്, എടാ സച്ചി, നീ ഒരിക്കലും വെറുതെ ഇരിക്കില്ലല്ലേ, ശ്രുതി വലിയ ബിസിനസ്സൊക്കെ തുടങ്ങിയിട്ട് അവൻ വലിയ കാശുകാരനാവുന്നത് നിനക്കൊട്ടും പിടിക്കത്തില്ല അല്ലേ, അതല്ലേടാ നീ അവനെ വെറുതെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് കാശ് ചോദിക്കുന്നത് എന്നൊക്കെ ചോദിക്കും ചന്ദ്ര. രവിയേട്ട, ഇനിയെങ്കിലും നിങ്ങളുടെ മോനോടൊന്ന് അടങ്ങിയിരിക്കാൻ പറയാം, ഇവൾക്കല്ലെങ്കിലും മുഴുത്ത അസൂയാണ്. അന്നേരം സച്ചി പറഞ്ഞിട്ട്, അമ്മേ, എനിക്കങ്ങനെ ആരോടും ഒട്ടും തന്നെ അസൂയൊന്നും ഇല്ല അമ്മേ, ഇവൻ ബിസിനസ് തുടങ്ങുമോ അല്ലെങ്കിൽ വലിയ ആളാവോ എന്ത് തന്നെ ആയിക്കോട്ടെ, എനിക്ക് ഏതായാലും കിട്ടാനുള്ള കാശ് കിട്ടിയേ പറ്റൂ എന്നിങ്ങനെ സച്ചി പറയുന്ന സമയത്തിൻ്റെ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എടാ നീ എന്തൊക്കെയാണ് ഈ വിളിച്ചു പറയുന്നത്, കാശ് തരണമെങ്കിൽ ആ നീലിമ എന്ന് പറയുന്ന ആൾ കാനഡയിലല്ലേ, അതുമല്ല സുധി ഇപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതല്ലേ ഉള്ളൂ, അതിൽ നിന്നും ലാഭം ഉണ്ടാക്കി വരുമ്പോൾ കുറച്ച് ടൈം എടുക്കും, അതുകൊണ്ട് അതിനുശേഷം അവൻ അത് തന്നു തീർക്കാമെന്നൊക്കെ നിന്നോട് പറഞ്ഞതല്ലേ, നീ അവന് കുറച്ചും കൂടെ സമയം കൊടുക്ക് സച്ചി, നീ ഇങ്ങനെ ധൃതി കാട്ടാതെ എന്നൊക്കെ പറയാണ് രവീന്ദ്രൻ. അന്നേരം സുധി പറഞ്ഞിട്ട്, അങ്ങനെ അങ്ങ് പറഞ്ഞു കൊടുക്കാച്ച, ഇവൻ്റെ സംസാരം കേട്ടാൽ തോന്നും ആ 55 ലക്ഷം രൂപ നീലിമ എൻ്റെ കയ്യിൽ തന്നിട്ടാ പോയതെന്ന്. എടാ, ഇത് എൻ്റെ മലേഷ്യയിൽ നിന്നും അമ്മായച്ചൻ കൊടുത്തയച്ച പണം കൊണ്ടാണ് എനിക്കിങ്ങനൊരു ഷോറൂം തുടങ്ങാൻ പോലും സാധിച്ചത്, അതിനിടയിലാണ് അവൻ്റെ ഒരു 50 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞ് സുധി ഇങ്ങനെ സച്ചിയെ കളിയാക്കിച്ചിരിക്കും. അന്നേരം സച്ചി പറഞ്ഞിട്ട്, കേട്ടില്ല അച്ഛ, അവൻ്റെ ഒരു അഹങ്കാരം, അച്ഛൻ അവനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് കൊണ്ടാണ് അവനിങ്ങനെ അഹങ്കാരം പിടിക്കുന്നത് എന്നൊക്കെ പറയും സച്ചി. സുധി പറഞ്ഞിട്ട്, എടാ, നിനക്ക് പെട്ടെന്ന് തന്നെ ആ ക്യാഷ് വേണമെന്നുണ്ടെങ്കിൽ നീ കാനഡയിൽ പോയിട്ട് ആ നീലിമ ഇങ്ങനെ വിളിച്ചിറക്കിക്കൊണ്ട് വാ, അല്ലാതെ ഞാൻ കടയിലിരുന്ന് കൊണ്ട് 50 ലക്ഷം രൂപ ലാഭം ഉണ്ടാക്കുമ്പോഴേക്കും കുറേ അധികം ടൈം എടുക്കും. സുധിയുടെ വാക്ക് കേട്ടുകൊണ്ടതിന് സച്ചി പറഞ്ഞിട്ട്, അതേടാ, അങ്ങനെ കൊണ്ടുവരാൻ തന്നെയാണ് എൻ്റെ പ്ലാൻ. നീലിമയെ, നീ എന്താ പുറത്ത് തന്നെ ഇങ്ങനെ നിൽക്കുന്നത്, അകത്തേക്ക് കയറുക എന്നൊക്കെ പറഞ്ഞിട്ട് നീലിമയെ അകത്തേക്ക് ക്ഷണിക്കാണ് സച്ചി. എന്നാൽ അത് കേൾക്കുന്ന സമയത്തിന് ശ്രുതി ആകങ്ങ് പേടിച്ചു പോയിട്ട് ശ്രുതിയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ശ്രുതി പേടിച്ചു നിൽക്കുന്ന സമയത്തിന് ശ്രുതി പറയുന്നത്, ശ്രുതി നീ പേടിക്കാൻ, ഈ സച്ചി ശരിക്കും കള്ളു കുടിച്ചിട്ടുണ്ടെന്നാ തോന്നുന്നത്, അതുകൊണ്ടാണ് കാനഡയിലെ നീലിമയെ ഇവൻ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തുന്നത് എന്നൊക്കെ പറയും. ശ്രുതി പറയുന്നത്, രേവതി, നീ നിന്റെ ഭർത്താവിനെ അകത്ത് കൊണ്ടുപോയി കിടത്ത്, കള്ളു കുടിച്ചിട്ട് ഒട്ടും ബോധമില്ലാതെ ഓരോ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നത് നീയും കേൾക്കുന്നില്ലേ, നീ വാ സുധി, വെറുതെ ടൈം വേസ്റ്റ് ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഏതായാലും സുധിയെ വിളിച്ചിട്ട് അകത്തേക്ക് കൊണ്ടുപോകാൻ നോക്കുകയാണ്. അന്നേരം സച്ചി തടഞ്ഞു നിർത്തിക്കൊണ്ട് തന്നെ പറഞ്ഞിട്ട്, ഹേയ് പാർലറമ്മ, നിങ്ങൾ അങ്ങനെ അങ്ങ് പോവാന്നാ വരട്ടെ, നീലിമ നീ എന്താ ഇങ്ങോട്ടേക്ക് വരാൻ മടിച്ചു നിൽക്കുന്നത്, നീ ഇങ്ങ് അകത്തേക്ക് കയറുക, നിന്നെ ആരും ഒന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് സച്ചി ഏതായാലും നീലിമയെ അകത്തേക്ക് വിളിക്കും. എന്നാൽ പെട്ടെന്ന് നീലിമ അവിടെ വെച്ച് കാണുന്ന സമയത്തിന് സുധിയും ശ്രുതിയും ആകങ്ങ് പേടിച്ചങ്ങ് സ്തംഭിച്ച് നിന്നു പോവാണ്. നീലിമയെ കാണുന്ന സമയത്തിന് രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എടാ ആരടാ ഈ പെണ്ണ് എന്ന് ചോദിക്കുന്ന സമയത്തിന് സച്ചി പറഞ്ഞിട്ട്, അച്ഛാ, ഇത് മറ്റാരുമല്ല, നീലിമയാണ്, സുധിയുടെ പഴയ കാമുകിയാണ് എന്ന് പറയും. അന്ന് സുധിയുടെ കയ്യിൽ നിന്ന് 50 ലക്ഷം രൂപ മോഷ്ടിച്ചുകൊണ്ട് പോയില്ലേ, അത് ഈ പെണ്ണാണ് അച്ഛാ, പാർലറമ്മയുടെ മുമ്പേ സുധി ലവ് ചെയ്തത് ഇവളായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടെ നീലിമയെ സച്ചി എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. പെട്ടെന്ന് നീലിമയെ കാണുന്ന സമയത്തിന് ശ്രുതി ചോദിക്കുന്നുണ്ട്, ശ്രുതി ഇവൾ എങ്ങനെയാണ് ഇവിടെ വന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് ശ്രുതി പറഞ്ഞിട്ട്, എനിക്കതൊന്നും അറിയില്ല ശ്രുതി. ശ്രുതി പറഞ്ഞിട്ട്, എനിക്കൊന്നും അറിയില്ല ശ്രുതി, അവൾ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് കയറി വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, ഇനിയിപ്പോൾ ഇവൾ വന്ന ശ്രുതിക്ക് നമ്മുടെ കള്ളങ്ങളൊക്കെ പൊളിഞ്ഞത് തന്നെ, അതുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ചു നിന്നേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് ശ്രുതിക്കും ആത്മവിശ്വാസം പകർന്നു കൊടുക്കുകയാണ് ശ്രുതി. ശ്രുതിയാണെങ്കിൽ നീലിമക്ക് മുഖം കൊടുക്കാതെ ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുന്ന സമയത്തിന് സച്ചി പുറകിൽ നിന്ന് വിളിക്കാണ്, അല്ല പാർലർലമ്മ, ഒന്ന് ഇങ്ങോട്ടേക്ക് വാ, ഇതിപ്പോൾ ശ്രുതിയേക്കാൾ വലിയ കള്ളി നിങ്ങളല്ലേ, അല്ല ശ്രുതി, നിന്റെ ജീവിതം എന്താ ഇങ്ങനെ, നിനക്ക് വന്നു ചേരുന്നവളെല്ലാം തന്നെ ഫ്രോഡുകൾ തന്നെയാണല്ലോ, അല്ലെങ്കിലും നല്ല പെൺകുട്ടികളൊന്നും നിന്റെ കണ്ണിന് പിടിക്കില്ലല്ലോ എന്നിങ്ങനെ സച്ചി പറയുന്ന സമയത്തിന് ശ്രുതിക്ക് അങ്ങ് ദേഷ്യം വരും. ശ്രുതി പറഞ്ഞിട്ട്, ദേ സച്ചി, സൂക്ഷിച്ച് വേണം സംസാരിക്കാൻ, എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഞാൻ ക്രിമിനൽ എന്നൊക്കെ പറയാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ ശ്രുതി അങ്ങ് ദേഷ്യപ്പെടും. ആൻറ്റി, ഇത് കണ്ടില്ലേ, സച്ചി എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതൊന്നും ആൻറ്റി കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ശ്രുതി ഇങ്ങനെ ചന്ദ്രമതിയോട് പറയാണ്. അന്നേരം സച്ചി പറഞ്ഞിട്ട്, അച്ഛാ, ഈ നീലിമ അച്ഛൻ്റെ പെൻഷൻ കാശ് സുധിക്ക് കൊടുത്തിട്ട് 1 വർഷത്തിലേറെയായി, അതും പലിശ സഹിതം തന്നെ നീലിമ സുധീര കയ്യിലേക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്തിന് രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എടാ അതെപ്പോ? അപ്പം സച്ചി പറഞ്ഞിട്ട്, അച്ഛാ, അതൊക്കെ കൊടുത്തിട്ട് കുറേ നാളായില്ലേ, അല്ലെങ്കിലും ഞാൻ പറയുന്നതൊക്കെ ആര് വിശ്വസിക്കാനാ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പെണ്ണിനെ നേരിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ട് സാക്ഷി പറയിപ്പിക്കുന്നത് എന്നൊക്കെ പറയാണ് സച്ചി.
വെറുതെ ചുമ്മാ അങ്ങ് വിളിച്ചു പറഞ്ഞാൽ പോരല്ലോ, എല്ലാത്തിനും തെളിവ് വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി പറയുന്നതിന് മോളെ നീലിമേ എല്ലാ കാര്യങ്ങളും അങ്ങ് തുറന്നു പറഞ്ഞു കൊടുക്കുമെന്ന് പറയും. അന്നേരം നീലിമ പറയുന്നത് അതെ ശരിയാണ് അങ്കിൾ, സച്ചി പറഞ്ഞതെല്ലാം. ശ്രുതിയുടെ കയ്യിൽ നിന്ന് ഞാൻ അന്ന് വാങ്ങിച്ച പണമെല്ലാം തന്നെ പലിശ സഹിതം തന്നെ ഞാൻ അന്ന് അവന് തീർത്തു കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ചുമ്മാ കൊടുത്തൊന്നുമില്ല. ദേ ഈ നിൽക്കുന്ന ഇവന്റെ ഭാര്യയുണ്ടല്ലോ, അവൾ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് പലിശ സഹിതം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണ്. എൻ്റെ കയ്യിൽ നിന്ന് അതെല്ലാം ഇവർ ഭീഷണിപ്പെടുത്തി വാങ്ങിച്ചത് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ അതിന് സാക്ഷികളുമുണ്ട്. പിന്നെ അന്ന് ഞാൻ സുധിയെ ചതിക്കാൻ കാരണമുണ്ട്. സ്വന്തം അച്ഛനെയും അമ്മയെയും പറ്റിച്ചുകൊണ്ട് തന്നെ ആ ഒരു പെൻഷൻ കാശും വെച്ചിട്ട് എൻ്റെ കൂടെ ഓടി വന്നവനാണ് ഈ സുധി. അങ്ങനെയുള്ള ഇവൻ നാളെ എന്നെ ചതിക്കില്ല എന്ന കാര്യത്തിൽ എന്താ അങ്കിൾ ഉറപ്പ്? അതുകൊണ്ട് തന്നെയാണ് ഞാൻ സുധിക്കിട്ട് ഇങ്ങനൊരു പണി കൊടുത്തത് എന്നൊക്കെ നീലിമ പറയും. ഇപ്പതേ കണ്ടില്ലേ, ഇവൻ നിങ്ങളെല്ലാവരെയും ചതിച്ചില്ലേ? ഈ കാര്യം ഞാൻ മുൻകൂട്ടി അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങളെല്ലാവരെയും വിളിച്ചു കൂട്ടിയതിന് ശേഷം മാത്രമേ ഞാൻ ആ പണം ഇവന് കൈമാറുമായിരുന്നുള്ളൂ. ഇപ്പതേ എന്നെ മാത്രമല്ല ഈ മൊത്തം കുടുംബത്തെയാണ് സുധി പറ്റിച്ചിരിക്കുന്നത്. സുധി ഒരു സാധാരണ മനുഷ്യനൊന്നുമല്ല, അവൻ പെരും കള്ളനാണ്. ഏതായാലും അവന് പറ്റിയ ഒരു പെണ്ണിനെ തന്നെയാണ്, അവന് പറ്റിയ ഒരു ഫ്രോഡ് പെണ്ണിനെ തന്നെയാണ് അവനക്ക് ഭാര്യയായിട്ട് കിട്ടിയിരിക്കുന്നതും. ഇനി മേലാൽ 50 ലക്ഷം രൂപയുടെ കണക്കും പറഞ്ഞു കൊടുത്തിന് ആരും എൻ്റെ പുറകെ വന്നേക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടോ നീലിമ അവിടെ നിന്നും പോകുന്നത്. നീലിമ അവിടെ നിന്നും പോയതിനു ശേഷം ചന്ദ്രമതിക്ക് ഭയങ്കര അങ്ങ് ദേഷ്യം വന്നുകൊണ്ടതിന് നേരെ സുധീരെ നേർക്കങ്ങ് പൊട്ടിത്തെറിക്കാണ്. ചന്ദ്ര വന്ന് ചോദിക്കുന്നത് എടാ സുധി, ഞാൻ എന്തൊക്കെയാണ് കേൾക്കുന്നത്? എന്നിട്ട് ആ പണം എവിടെ? എൻ്റെ ഭർത്താവ് കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പണമാണത്. അങ്ങനെയുള്ള പണം അവൾ നിന്റെ കയ്യിൽ തിരികെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ആ പണം നീ കൊണ്ടുവന്ന് തരേണ്ടത് അമ്മയായിട്ടുള്ള എൻ്റെ കയ്യിൽ. എന്നിട്ട് ആ പണം നീ ആർക്ക് കൊണ്ടുപോയി കൊടുത്തു? എടാ നീ ആ പണം എന്ത് ചെയ്തു എന്ന് എന്താടാ നീ ആ പണം എന്താടാ ചെയ്തത് എന്നൊക്കെ ചോദിച്ചു കൊണ്ട് തന്നെ ചന്ദ്രമതി അങ്ങ് ദേഷ്യം. അന്നേരം സുധി ആകെ പേടിച്ചു വിറച്ചു കൊണ്ട് തന്നെ പറഞ്ഞിട്ട് ഇല്ലമ്മേ, ആ പണം ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. ആ പണം കൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഷോറൂമൊക്കെ തുടങ്ങിയത് എന്ന് പറയട്ടെ സുധി. അല്ലാതെ ഇവളുടെ അച്ഛൻ മലേഷ്യയിൽ നിന്നും എനിക്ക് അയച്ചു തന്ന കാശൊന്നും ആയിരുന്നില്ല അമ്മേ. അമ്മേ, ഈ സത്യം മനസ്സിലാക്കിയതിന് ശേഷം അമ്മ ഒരിക്കലും എന്നെ തല്ലരുത്. ഇതെല്ലാം തന്നെ ഈ ശ്രുതിയുടെ പ്ലാനായിരുന്നു. അവൾ ഓരോ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നതനുസരിച്ച് ഞാൻ അവൾക്ക് കൂട്ടുനിന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ശ്രുതി അങ്ങ് ഒഴിഞ്ഞു മാറി. ശ്രുതിയുടെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്തിന് ചന്ദ്രമതിക്ക് ഭയങ്കര അങ്ങ് ദേഷ്യപ്പെട്ട് ശ്രുതി ഇങ്ങനെ നോക്കി. എന്നിട്ട് ശ്രുതിയുടെ നേരങ്ങ് പൊട്ടിത്തെറിക്കാട്ട് ചന്ദ്ര ചോദിക്കുന്നത് എങ്ങനെയാടി എന്നെ പറ്റിച്ചുകൊണ്ട് നിനക്ക് ആ കാശെടുക്കാൻ സാധിച്ചത്? നിന്നെ ഈ വീട്ടിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്നത് ഈ ഞാനല്ലേ? എന്നിട്ട് നീ എനിക്കിട്ട് തന്നെ അങ്ങ് പണി തന്നല്ലേ? അതെല്ലാം എൻ്റെ ഭർത്താവ് കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണമാണ്. എന്നിട്ട് അത് നീ എൻ്റെ കയ്യിലേക്കല്ലേ തരേണ്ടിയിരുന്നു? ഇതിപ്പോൾ സച്ചി പറഞ്ഞതാണ് ശരി. ആ കാനഡക്കാരിയേക്കാൾ വലിയ ഫ്രോഡ് നീ തന്നെയാണ്. എടി ദ്രോഹി, നീ എന്തിനാണ് എന്നെ ചതിച്ചത് എന്നൊക്കെ ചോദിച്ചു കൊണ്ടിന് ചന്ദ്രൻ നിർത്താതെ പൊതിരിയിട്ടിങ്ങനെ ശ്രുതിയെ അടിക്കുകയാണ്. എന്നാൽ ഇതും കണ്ടുകൊണ്ടിന് രവീന്ദ്രൻ പറയുന്നുണ്ട് മതി ചന്ദ്രൻ, നീ എന്താ ഈ കാണിക്കുന്നത്? നീ എന്തിനാ ശ്രുതി ഇങ്ങനെ അടിക്കുന്നത്? ഇനി നീ നിർത്താതെ ശ്രുതി മോളെ ഇങ്ങനെ അടിച്ചിട്ട് എന്താ കാര്യം? ഏതായാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഇപ്പം പണമെല്ലാം തന്നെ എങ്ങോട്ടേക്കും പോയിട്ടൊന്നുമില്ലല്ലോ. പണമെല്ലാം നിന്റെ മകൻ്റെ കയ്യിൽ തന്നെയല്ലേ? അവനതുകൊണ്ടൊരു കട വെച്ചില്ലേ? ഇതിൻ്റെ പുറകിൽ നിന്റെ കൈയുണ്ടോ എന്ന കാര്യം എനിക്കും നല്ല സംശയമുണ്ട് ചന്ദ്രേ. ഇപ്പം നീ സുധയെ ഞങ്ങളുടെ മുന്നിലിട്ട് അടിച്ചതെല്ലാം തന്നെ നിന്റെ വെറും ഒരു നാടകമല്ലേടി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ രവീന്ദ്രൻ ചന്ദ്രമതി ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കും. സത്യം പറയടി, ആ കാശ് കയ്യിൽ കിട്ടിയ സമയത്ത് നീയും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ ചന്ദ്ര ഇങ്ങനെ ചോദ്യം ചെയ്യാട്ടോ രവീന്ദ്രൻ. അന്നേരം ചന്ദ്രമതി പറയുന്നിട്ട് അയ്യോ രവിയേട്ട, അതിന് എന്നെ കുറ്റപ്പെടുത്തല്ലേ. അവൻ ഈ ഐഡിയ എല്ലാം തന്നെ പറഞ്ഞു കൊടുക്കുന്നത് ഈ ശ്രുതി മാത്രമായിരിക്കും. അല്ലാതെ വെറുതെ ഈ കാര്യത്തിൽ എന്നെ കുറ്റപ്പെടുത്താനൊന്നും നിൽക്കണം. ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ വിശ്വസിക്കണം. ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ. എന്നെ അല്ലാതെ പിന്നെ ആരെയാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത്? ഈ കാര്യം ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല. ആ കാനഡക്കാരിയെ കൊണ്ട് സത്യം പറയിപ്പിക്കുന്ന സമയത്ത് രവിയേട്ടന് എല്ലാ കാര്യങ്ങളും മനസ്സിലായതല്ലേ? ഞാൻ അറിയാതെ ഇവരെന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്ന കാര്യം എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഇങ്ങനെ ചന്ദ്രമതി പറയുന്ന സമയത്തിന് ശ്രുതി വന്ന് പറയുന്നുണ്ട് അങ്കിൾ, ഈ കാര്യത്തിൽ ഒരിക്കലും ആൻറ്റിയെ തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. ഇതിൽ ആൻറ്റിക്ക് ഒട്ടും തന്നെ പങ്കില്ല. ആൻറ്റി അറിയാതെയാണ് ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തത്. ഇതൊരിക്കലും അങ്കിളുടെ പണം ഞാൻ അടിച്ചു മാറ്റി കൊണ്ടുപോയതൊന്നുമല്ല. അങ്ങനെ അങ്കിളുടെ പണം അടിച്ചു മാറ്റാനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. നല്ലൊരു ബിസിനസ് തുടങ്ങിയതിന് ശേഷം കുറച്ചായിട്ട് അങ്കിളുടെ പണം തിരികെ തരാമെന്ന് കരുതിയിട്ടാണ് ഇങ്ങനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. അന്നേരം സച്ചി പറഞ്ഞത് ശരിയാണ്, നീ പറഞ്ഞത് ശരിയാണ്. നീ കൊടുക്കാനുള്ള കാശെല്ലാം തന്നെ മാസത്തവണയായിട്ടോ അല്ലെങ്കിൽ വർഷത്തിൽ കുറച്ചെങ്കിലും കൊടുക്കുമായിരിക്കും. അതൊക്കെ കൊണ്ട് എന്താണ് ഈ കാര്യം? എൻ്റെ അച്ഛൻ്റെ പണമാണത്. ആ പണം ഉപയോഗിച്ച് എനിക്കും ശ്രീകാന്തിനും ഒരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇനി ഞങ്ങൾ എത്ര കാലം കാത്തിരിക്കണം? അന്നേരം ശ്രുതി എന്ത് പറയണമെന്നറിയാതെ ഇങ്ങനെ തല കുനിച്ച് നിൽക്കുന്ന സമയത്തിന് രേവതി വന്ന് ചോദിക്കുന്നത് അല്ല ശ്രുതി, നിന്റെ അച്ഛൻ മലേഷ്യയിൽ നിന്നും നിനക്ക് അയച്ചു തന്ന പണമാണ് ആ 50 ലക്ഷം രൂപ എന്നല്ലേ നീ പറഞ്ഞത്? പിന്നെ ഇപ്പം എന്താ നീ ഇതെല്ലാം തന്നെ മാറ്റി പറയാണോ? അപ്പോൾ നീ അന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ കള്ളമായിരുന്നു അല്ലേ? ശരിക്കും മലേഷ്യയിൽ ശ്രുതിക്ക് അച്ഛൻ എന്ന് പറയുന്ന ഒരാളുണ്ടോ? അതൊക്കെ ശരിക്കും നാടകമായിരുന്നില്ലേ? ഓരോ കള്ളങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ വെറുതെ പറ്റിക്കുമായിരുന്നില്ലേ എന്നിങ്ങനെ രേവതി ചോദിക്കുന്ന സമയത്തിന് ശ്രുതിക്ക് അങ്ങ് വല്ലാതാവും. ശ്രുതി പറയുന്നത് എനിക്ക് ശരിക്കും മലേഷ്യയിലൊരു അച്ഛനുണ്ട്. എൻ്റെ അച്ഛൻ ഇപ്പോൾ മലേഷ്യയിലെ ജയിലിലല്ലേ? ജയിലിൽ നിന്ന് തിരിച്ചിറങ്ങിയാൽ പിന്നെ അച്ഛൻ എൻ്റെ വീട്ടിലേക്ക് തന്നെയാണ് വരാൻ പോകുന്നത്.
അച്ഛൻ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ അച്ഛനെ കാണാമെന്നിങ്ങനെ ശ്രുതി പറയുന്ന സമയത്തിൻ്റെ ചന്ദ്രക്കങ്ങ് ദേഷ്യം വരട്ടെ. ചന്ദ്രമതി പറയുന്നുണ്ട്, അതിനെ പറ്റിയിട്ടൊന്നും എനിക്ക് കേൾക്കണ്ട. അങ്ങനെ നിനക്കൊരു അച്ഛനുണ്ടെങ്കിൽ എനിക്ക് ഇപ്പം തന്നെ ഫോൺ ചെയ്തതാ, എനിക്ക് അദ്ദേഹത്തിനോടൊന്ന് നേരിട്ട് സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുകയാണ് ചന്ദ്ര. അന്നേരം അയ്യോ ആൻറ്റി, അദ്ദേഹം ഇപ്പം ജയിലിലല്ലേ എന്ന് പറയാണ് ശ്രുതി. അപ്പം ചന്ദ്രമതി പറയുന്നത്, ആയിക്കോട്ടെ, ഇപ്പം അദ്ദേഹം ജയിലിലായിക്കോട്ടെ, ഏതായാലും അയാൾ മലേഷ്യയിലുള്ള ആളല്ലേ, എനിക്കും മലേഷ്യയിൽ കുറേ അധികം ഫ്രണ്ട്സ് ഉണ്ട്, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് ഇങ്ങത്താ, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. അന്നേരം വർഷ വന്ന് പറഞ്ഞിട്ട്, ആയിക്കോട്ടെ ശ്രുതിയേട്ടത്തിൻ്റെ അച്ഛൻ മലേഷ്യയിലായിക്കോട്ടെ, എൻ്റെ ഇഷ്ടം പോലെ ഫ്രണ്ട്സൊക്കെ മലേഷ്യയിലുണ്ട്, ഇപ്പോൾ ജയിലിലാണെങ്കിൽ പോലും അയാളുടെ വീട്ടഡ്രസ്സ് ഉണ്ടാവില്ലേ, ആ ഒരു വീട്ടഡ്രസ്സ് ഒന്ന് താ, എൻ്റെ ഫ്രണ്ട്സിനെ കൊണ്ട് ഞാനൊന്ന് അന്വേഷിപ്പിച്ച് നോക്കട്ടെ. ഞാനൊന്ന് അഡ്രസ്സ് ചോദിച്ചപ്പോഴും ശ്രുതിയേട്ടത്തി അന്ന് അഡ്രസ്സൊന്നും തന്നില്ല. ഇതൊക്കെ കേൾക്കുന്ന സമയത്തിന് ശ്രുതിയേട്ടത്തിൻ്റെ അച്ഛനെ പറ്റിയിട്ട് കൂടുതൽ അറിയണം, അന്വേഷിക്കണം എന്നൊക്കെ എനിക്കുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ശ്രുതിയേട്ടത്തി അച്ഛൻ്റെ അഡ്രസ്സ് ഇങ്ങ് താ എന്നൊക്കെ പറയട്ടോ വർഷ. ഇതെല്ലാം കേൾക്കുന്ന സമയത്തിന് രവീന്ദ്രൻ തലങ്ങ് പെരുത്തു വരികയാണ്. രവീന്ദ്രൻ പറഞ്ഞിട്ട്, നിങ്ങൾ എല്ലാവരും ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഇത് നോക്ക് ശ്രുതി മോളെ, ഇപ്പോൾ നിന്റെ അങ്കിളാണ് ഈ ചോദിക്കുന്നത്, മോളുടെ അച്ഛൻ്റെ അഡ്രസ്സ് ചെയ്താലും എൻ്റെ കയ്യിൽ താ, ഞാൻ അന്വേഷിച്ചോളാം എന്നിങ്ങനെ രവീന്ദ്രൻ ചോദിക്കുന്ന സമയത്തിന് താൻ എന്ത് മറുപടി പറയണമെന്നറിയാതെ ആകെ പെട്ടുപോയ അവസ്ഥയിലാവുകയാണ് ശ്രുതി. ചന്ദ്രമതിയും പറഞ്ഞിട്ട്, എടി നീ പറയുന്നതൊക്കെ ഞങ്ങൾ വിശ്വസിച്ചോളാം, പക്ഷേ നീ ഇപ്പം നിന്റെ അച്ഛൻ്റെ അഡ്രസ്സ് തന്നേ പറ്റുള്ളൂ. രവിയേട്ടൻ പറയുന്നത് നീ കേൾക്കുന്നില്ലേ? ഇപ്പം തന്നെ നീ നിന്റെ ഡാഡിയുടെ അഡ്രസ്സ് കൊടുക്കടി എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി ദേഷ്യപ്പെടും. അന്നേരം ശ്രുതി കള്ളം പറഞ്ഞിട്ട്, അത് പിന്നെ ആൻറ്റി, അച്ഛൻ്റെ വീട് ഇപ്പം മാറി, ഇപ്പോൾ പഴയ വീടൊന്നുമല്ല, ഇപ്പോൾ പുതിയ വീടാണ്. അച്ഛൻ്റെ പുതിയ അഡ്രസ്സൊന്നും എനിക്കറിയില്ല, എൻ്റെ കല്യാണ ശേഷമാണ് അച്ഛൻ വീട് മാറിയത്, അതുകൊണ്ട് പുതിയ അഡ്രസ്സൊന്നും ഇന്നേ വരെ അച്ഛൻ എനിക്ക് തന്നിട്ടില്ല. ശ്രുതിയുടെ കള്ളക്കഥയെല്ലാം കേട്ടുകൊണ്ടതിന് സച്ചി അങ്ങോട്ടേക്ക് വന്ന് പറഞ്ഞിട്ട്, ഇതൊന്നും ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല അച്ഛാ, ഇതെല്ലാം തന്നെ കള്ളക്കഥയാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിഞ്ഞൂടെ. ഇവൾ പറയുന്നതെല്ലാം തന്നെ പച്ച കള്ളമാണ്. ഇവളുടെ കുട്ടിക്കാലത്തെ ഒരു ഫ്രണ്ടില്ല മായ, അവളെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും സത്യം അറിയാൻ പറ്റും. അങ്ങനെ സച്ചിയുടെ വാക്ക് കേൾക്കുന്ന സമയത്തിന് ശ്രുതി വല്ലാതായി നിൽക്കുകയാണ്. അന്നേരം രേവതി പറഞ്ഞിട്ട്, ആ മായയുടെ നമ്പറാണെങ്കിൽ അതെൻ്റെ കയ്യിലുണ്ട് സച്ചിയേട്ടാന്നൊക്കെ പറഞ്ഞുകൊണ്ടതിന് രേവതി ഏതായാലും മായയ്ക്ക് വിളിക്കാൻ തീരുമാനിക്കും. രേവതി വിളിച്ചു കൊടുത്തിട്ട് ശ്രുതിക്ക് സുഖമില്ലെന്ന് കള്ളം പറഞ്ഞ ഉടനെ തന്നെ മായ ഏതായാലും തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നുണ്ട്. മായ വന്ന് ചോദിക്കുന്നത്, എന്താ രേവതി, ശ്രുതിക്ക് പറ്റിയത്? നീയല്ലേ പറഞ്ഞത് ശ്രുതിക്കൊട്ടും സുഖമില്ലെന്ന്? ഇവളെ കണ്ടിട്ട് എനിക്കിപ്പോൾ ഒരു കുഴപ്പവും തോന്നുന്നില്ലല്ലോ എന്നിങ്ങനെ മായ പറയുന്ന സമയത്തിന് സച്ചി പറഞ്ഞിട്ട്, അത് ഞങ്ങൾ വെറുതെ ഒരു കള്ളം പറഞ്ഞതാണ് മായേ, ഇപ്പം ഞങ്ങൾ നിന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത് മറ്റൊരു കാര്യത്തിനാണ്. നിന്റെ ഉറ്റ കൂട്ടുകാരിയല്ലേ ശ്രുതി, അതുകൊണ്ട് തന്നെ അവളുടെ അച്ഛൻ്റെ മലേഷ്യയിലുള്ള അഡ്രസ്സ് ഞങ്ങൾക്കൊന്ന് വേണം. ഇവൾ നിന്റെ ഉറ്റ കൂട്ടുകാരിയല്ലേ, അവളെക്കുറിച്ചുള്ള സകല ഡീറ്റെയിൽസും നിനക്കറിയാമായിരിക്കുമല്ലോ. അല്ലെങ്കിൽ ഇവളെ പറ്റിയിട്ട് നിനക്കറിയാവുന്ന സകല ഡീറ്റെയിൽസും നീ ഞങ്ങളോട് തുറന്നു പറയും. ഇവളോട് ചോദിച്ചിട്ട് പാർലർ നമുക്ക് ഒന്നും തന്നെ ഞങ്ങളോട് തുറന്നു പറയാനൊന്നും പറ്റുന്നില്ല. ഇവളെ പറ്റിയിട്ടുള്ള സകല ഡീറ്റെയിൽസും ഞങ്ങൾക്ക് അറിയണമായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് നിന്നെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കള്ളം പറഞ്ഞിട്ട് വിളിച്ചു വരുത്തിയത് എന്നൊക്കെ പറയാണ് സച്ചി. അന്നേരം മായ പറയുന്നത്, അയ്യോ അതിന് ശ്രുതിനെ പറ്റിയിട്ട് എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല, പിന്നെ അവളുടെ മലേഷ്യയിലെ അഡ്രസ്സൊന്നും എനിക്കറിയാത്തതാണ്, എന്നോട് വെറുതെ ചോദിച്ചിട്ട് കാര്യമില്ല, ഞാൻ പോട്ടെ, എനിക്ക് പോയിട്ട് തിരക്കുണ്ട്, കുറച്ച് തിരക്കുണ്ട് എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് അവിടെ നിന്നങ്ങ് പോവാൻ നോക്കുകയാണ്. അപ്പോഴേക്കും ചന്ദ്ര അവളെ പിടിച്ചു നിർത്തിക്കൊണ്ട് തന്നെ ചോദിക്കുന്നത്, എടി നീ എവിടെ പോവാ? നിന്നെ ആദ്യം കണ്ടപ്പോൾ തൊട്ട് തന്നെ എനിക്ക് ഒരു കള്ളലക്ഷണം തോന്നിയതാണ്, പിന്നെ ശ്രുതിമോളുടെ ഉറ്റ കൂട്ടുകാരിയല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നോട് കൂടുതലൊന്നും ചോദിക്കാതിരുന്നത്. സത്യം പറയട്ടെ, ശരിക്കും ശ്രുതിയുടെ അച്ഛനാരാ മലേഷ്യയിൽ, അവൾ എവിടെയാണ് താമസിച്ചിരുന്നത്? അങ്ങനെ മാറി മാറി ഇവളെങ്ങനെ ചോദ്യം ചെയ്യുന്ന സമയത്തിന് ശ്രുതി ഇങ്ങനെ കണ്ണുകൊണ്ട് ആക്ഷൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്നും പറയരുത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ കണ്ണുകൊണ്ട് ആക്ഷൻ കാണിച്ചു കൊടുക്കും. ആ സമയത്തിന് അത് മനസ്സിലാക്കി കൊടുത്തതിന് സച്ചി ഒരു കത്തിയും എടുത്തുകൊണ്ട് നേരെ അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് സച്ചി നേരെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കത്തി നേരെ മായക്ക് നേരെ നീട്ടിക്കൊണ്ട് തന്നെ പറയുന്നുണ്ട്, എടി സത്യം പറയുന്നതാണ് നിനക്ക് നല്ലത്, നിനക്ക് എന്താണ് ഈ സത്യം തുറന്ന് പറയാൻ പറ്റില്ലേ? എന്നെ നിനക്ക് കാര്യമായിട്ട് അറിയാലോ, ഞാനൊരു ഗുണ്ടയാണ്, ഞാൻ ജയിലിൽ പോയിട്ട് കിടന്നിട്ടുമുണ്ട്. നീ ഏതായാലും ഇപ്പം പെട്ടുപോയി, നിനക്ക് ഇവിടെ നിന്ന് തിരികെ പോകണമെങ്കിൽ നീ ഏതായാലും സത്യം തുറന്നു പറഞ്ഞേ പറ്റൂ. സത്യം പറഞ്ഞില്ലെങ്കിൽ പിന്നെ നീ ഒരിക്കലും ജീവനോടെ ഇവിടെ നിന്ന് പോവില്ല എന്നിങ്ങനെ സച്ചി ഭീഷണിപ്പെടുത്തി പറയുന്ന സമയത്തിന് മായ ആകങ്ങ് പേടിച്ചു പോവാണ്. മായ പറയുന്നുണ്ട്, അയ്യോ എന്നെ വെറുതെ വിടണം, എനിക്ക് ശ്രുതിയെക്കുറിച്ചിട്ട് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ പറഞ്ഞു തരാം. അവളുടെ വീട് അങ്ങനെ മലേഷ്യയിലൊന്നുമല്ല, അവളുടെ വീട് ദേ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. പിന്നെ നിങ്ങളെല്ലാവരും വിചാരിക്കുന്നത് പോലെ അവളുടെ അച്ഛൻ മലേഷ്യയിലൊന്നുമില്ല, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അവൾ വലിയ പണക്കാരിയുമല്ല, അവൾ പണം കണ്ടിട്ട് പോലും ഇല്ലാത്ത കുടുംബമാണ്. ദേ ഈ നിൽക്കുന്ന രേവതിയേക്കാൾ ദാരിദ്ര്യം പിടിച്ച കുടുംബത്തിലെ കുട്ടിയാണ് ശ്രുതി. അവളുടെ അച്ഛൻ മരിച്ചിട്ട് പോലും ഒരുപാടധികം വർഷങ്ങളായി അവളുടെ അമ്മ കഷ്ടപ്പെട്ടിട്ടാണ് അവളെ നോക്കുന്നത്. പിന്നെ അവളുടെ ശരിക്കുമുള്ള പേര് ശ്രുതി എന്നൊന്നുമല്ല, കല്യാണി എന്നാണ് അവളുടെ പേര്. ചെറുപ്പത്തിൽ അവളുടെ കല്യാണം കഴിഞ്ഞതായിരുന്നു, അതിലൊരു കുട്ടിയുണ്ടായിരുന്നു എന്ന സഹിതം സകല സത്യങ്ങളും മായ എങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ശ്രുതിയെ പറ്റിയിട്ട് മായ പേടിച്ചു വിറച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നതോടുകൂടെ തന്നെ ശ്രുതി ആകങ്ങ് പെട്ടുപോവാണ്. എല്ലാവർക്കും മുന്നിൽ ആകെ അങ്ങനെ നാണം കെട്ട് നാറി നിൽക്കുന്ന ശ്രുതിയെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.